കണ്ടോ? നമുക്ക് ആദ്യം പഠിക്കേണ്ടത് pH സ്കെയിൽ, അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് മോസ് സ്കെയിൽ, അതും കഴിഞ്ഞ് പഠിക്കേണ്ടത് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം pH സ്കെയിൽ. pH സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇതിലെ ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് ഉത്തരം അറിയാം, സ്കൂൾ ലെവൽ പിള്ളേരോട് ചോദിച്ചാൽ പോലും ഉത്തരം പറയുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ചോദ്യം ഇതാണ്: സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് എന്ത്? വിത്തൗട്ട് ഡൗട്ട്, ഒരു സംശയമില്ല, നമുക്ക് പറയാം അതിൻ്റെ ഉത്തരം എന്താണ്? ജലമാണ്, വാട്ടറാണ്. എന്തുകൊണ്ട് ജലത്തിന് ആ പേര് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഭൂമിയിലുള്ള ഒട്ടുമിക്ക വസ്തുക്കളെയും, എല്ലാം എന്ന് പറയുന്നില്ല, ഒരു 75% കൂടുതൽ ഒട്ടുമിക്ക വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. അതുകൊണ്ട് ജലം അറിയപ്പെടുന്നു യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം. അങ്ങനെ ജലത്തിൽ ലയിക്കുന്ന ചില പദാർത്ഥങ്ങൾക്ക് ജലവുമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജലത്തിൽ ലയിച്ചിട്ട് H+ അയോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്. വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ ലിബറേറ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം ചാർജുള്ള ആറ്റങ്ങൾക്ക് വിളിക്കുന്ന പേരാണെന്ത്? അയോണുകൾ. അങ്ങനെ ജലവുമായി പ്രവർത്തിച്ച് H+ അയോണുകളെ വിട്ടുകൊടുക്കുന്ന, ലിബറേറ്റ് ചെയ്യുന്ന അത്തരം പദാർത്ഥങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ആസിഡ്സ്, ആസിഡുകൾ. ആസിഡിന് എക്സാക്റ്റ് മലയാളം വാക്ക്, LD LG പോലുള്ള എക്സാംസിന് നമുക്ക് മലയാളം ടേംസ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ആസിഡ് എന്ന് ഒരു ഓപ്ഷനിൽ തന്നിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ എന്തുണ്ടാകും? അമ്ലം എന്നുണ്ടാകും. ഓക്കെ ആണോ? ഇനി നമുക്ക് pH സ്കെയിലിലേക്ക് വരാം. അപ്പോൾ കണ്ടോ, അതിൻ്റെ യൂസാണ് ഞാനിവിടെ ആദ്യം എഴുതിയേക്കുന്നത്. അവിടെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. സ്കെയിൽ ഫോർ മെഷറിംഗ് H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ. ഒരു ലായനിയിലെ H+ അയോണുകളുടെ ഗാഢത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ, എത്രമാത്രം H+ അയോണുകൾ അതിലുണ്ട്, അങ്ങനെ വീര്യം എന്ന് പറഞ്ഞാലും തെറ്റില്ല. അങ്ങനെ ലായനിയുടെ ഗാഢത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? pH സ്കെയിൽ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് pH എന്ന് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താണെന്നറിയോ സംഭവം? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ചോദിക്കാം. ഇവിടെ ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഓരോ ചോദ്യമാണ്. അപ്പോൾ pH എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പേര് തന്നെയുണ്ട്, ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ. അതായത് H+ അയോണുകളുടെ ഗാഢതയാണ് നോക്കുന്നത്. ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത നോക്കുന്നത് കൊണ്ട് ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ pH. ഇനി ഈ pH സ്കെയിൽ ഇൻവെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ pH സ്കെയിൽ നമ്മളിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കെമിസ്ട്രി, ഡെയിലി ലൈഫിൽ ഒരുപാട് കെമിസ്ട്രിക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ലാബിലൊക്കെ ഒരുപാട് വസ്തുക്കളുടെ ആസിഡിറ്റിയും ബേസിസിറ്റിയും ഒക്കെ നോക്കുന്നുണ്ട്. അതെല്ലാം ഈ pH സ്കെയിൽ വെച്ചിട്ടാണ്. ഇവൻ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളും അതിൽ പോലും ആസിഡും ബേസും ഉണ്ട്. അപ്പോൾ pH സ്കെയിലിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു pH സ്കെയിലിനെ സംഭാവന നൽകിയത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഇൻവെൻറ്റ് ചെയ്തത് ആരെന്ന് ചോദിക്കാം? അദ്ദേഹത്തിൻ്റെ പേരാണ് സൊറൻസൺ. നല്ലൊരു ചോദ്യമാണ്, POC റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ഡിഗ്രി, LD LG എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ചോദ്യം. pH സ്കെയിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഹു ഇൻവെൻറ്റഡ് pH സ്കെയിൽ, ഒരു ഡൗട്ടും ഇല്ല, പഠിച്ചു വെച്ചേക്കണം, സൊറൻസൺ. ഇനി ഞാനിവിടെ ചെറിയ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതായത് pH സ്കെയിലിൻ്റെ റീഡിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം 0 to 14 ആണ്. എന്നിട്ട് അതിൽ മിഡ് വാല്യൂ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 7. കണ്ടോ? നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, ഒരു പദാർത്ഥത്തിൻ്റെ pH 7 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? അത് ആസിഡും അല്ല, ആൽക്കലിയും അല്ല, നെയ്തർ ആസിഡ് നോർ ആൽക്കലി. പകരം അതെന്താണ്? ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. അതായത് നിർവീര്യ ലായനി എന്ന് പറയും. കാരണം ആസിഡും ആൽക്കലിയും പ്രവർത്തിക്കുന്ന, റിയാക്ട് ചെയ്യുന്ന ആ പ്രക്രിയ, പ്രോസസ്സിൻ്റെ പേരാണെന്ത്? ന്യൂട്രലൈസേഷൻ. അപ്പോൾ pH വാല്യൂ അതായത് 0 to 14 റേഞ്ച്. അപ്പോൾ മിഡ് വാല്യൂ 7 എടുക്കുക. ഏത് പദാർത്ഥത്തിനാണോ 7 അത് ആസിഡും ആയിരിക്കില്ല, ബേസും ഇല്ല, അത് ന്യൂട്രൽ ആയിരിക്കും. ഇനി pH 7 കുറവാണെങ്കിൽ എന്തായിരിക്കും? ആസിഡിക് നേച്ചർ ആയിരിക്കും. pH 7 കൂടുതലാണെങ്കിൽ ബേസിക് നേച്ചർ. ഇപ്പം കണ്ടോ, 7 ന്യൂട്രൽ. ഇനി 0 to 7 അതിനിടയ്ക്ക് വസ്തുക്കൾ അതിൻ്റെ അസിഡിറ്റി ബേസിറ്റി നോക്കാൻ വന്നാൽ അതെന്തായിരിക്കും? ആസിഡ്സ് ആയിരിക്കും വരുന്നത്. ഇനി 7 to 14 വരുന്നത് ബേസസ് ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ എന്നറിയില്ല, കണ്ടോ? അതായത് ഇങ്ങനെയാണ്, അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ pH എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. കണ്ടോ? അതായത് 7-ന് ലെഫ്റ്റായിട്ട് ഞാൻ ഒരു ആരോ കൊടുത്തിട്ട് അസിഡിക് എന്ന് മാർക്ക് ചെയ്തിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അസിഡിക് നേച്ചർ കൂടുന്നു എന്ന് വെച്ചാൽ അവിടെ pH-നുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയോ? pH എന്ത് ചെയ്യുക? കുറയുവാണ്.
ഇനി ബേസിക് നേച്ചർ കൂടുമ്പോൾ പി എച്ച് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ 7, 6, 5, 4, 3, 2, 1 ആ കേസിലെല്ലാം ആസിഡിക് ആയിരിക്കും. 8 ഈ 7 എന്ന് പറയുന്നത് 7 ന്യൂട്രലായിട്ട് ബാക്കിലോട്ട് പറഞ്ഞ കേസാണേ. ഇനി 7 കഴിഞ്ഞിട്ട് 8, 9, 10, 11, 12, 13, 14 വരുന്നതെല്ലാം ബേസിക്. ഇപ്പോൾ ബേസ് തന്നെയാണ് ആൽക്കലി. ബേസിൻ്റെ ജലീല ലായനിക്ക് വിളിക്കുന്ന പേര്. ബേസ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ആൽക്കലി. ഓക്കെ, ആൽക്കലിക്ക് നമ്മൾ ആസിഡിന് അമ്ലം എന്ന് പറഞ്ഞ പോലെ ആൽക്കലിക്ക് പറയുന്ന പേരാണ് ക്ഷാരം. അപ്പം അമ്ല ഗുണം എന്ന് വെച്ചാൽ ആസിഡിക് നേച്ചർ, ക്ഷാര ഗുണം എന്ന് വെച്ചാൽ ബേസിക് നേച്ചർ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചർ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ റേഞ്ച് പറഞ്ഞു. 7 ന്യൂട്രൽ, 7 കുറവാണെങ്കിൽ ആസിഡ്, അതായത് പി എച്ച് ആസിഡിക് നേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് പി എച്ച് വാല്യൂ കുറയും. ഇനി 7 കൂടുതലാണെങ്കിൽ ബേസ്, അതായത് ബേസിക് നേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് പി എച്ച് വാല്യൂ കൂടും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കണ്ടോ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: ഫോർ എ ന്യൂട്രൽ സൊല്യൂഷൻ പി എച്ച് ഈസ് 7. ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഫോർ എൻ ആസിഡിക് സൊല്യൂഷൻ പി എച്ച് ഈസ് ലെസ് ദാൻ 7. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പി എച്ച് 7 കുറവാണ്. തന്നിരിക്കുന്ന ലായനി എന്ത്? 4 ഓപ്ഷൻ: നിർവീര്യ ലായനി, ആസിഡ്, ബേസ്, പിന്നെ കൊളോയിഡ്, അങ്ങനെയൊക്കെ മാറ്റി മറിച്ചുമൊക്കെ തരുമ്പോൾ ഒരു ഡൗട്ടും ഇല്ല, എന്തായിരിക്കും? ആസിഡ്. ഇനി ബേസിക് സൊല്യൂഷൻ പി എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 7. കോൺസെപ്റ്റ് ഓക്കെയാണ്. ഇനി നമ്മുടെ കേരള പി എസ് സിക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നറിയോ? ഇതൊക്കെ ചോദിക്കാം, ആളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത് ഇമ്പോർട്ടൻറ്റ് പി എച്ച് വാല്യൂസ്. ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ പദാർത്ഥങ്ങൾ, അതിൻ്റെ പി എച്ച് വാല്യൂസ് നമ്മൾ പഠിക്കണം. അത്യാവശ്യം പദാർത്ഥങ്ങളുടെയാണ്. കൂടാതെ നമ്മുടെ ബോഡിക്കകത്ത്, ഹ്യൂമൻ ബോഡിക്കകത്ത്, അതിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്യാസ്ട്രിക് ആസിഡ്, സ്കിൻ, യൂറിൻ, സലൈവ, ഇതിൻ്റെയൊക്കെ പി എച്ച് വാല്യൂ നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മഗ്നീഷ്യം ഓക്സൈഡ്. സോ മഗ്നീഷ്യം എന്ന് പറയുന്ന പീരിയോഡിക് ടേബിളിലെ 2ാമത്തെ ഗ്രൂപ്പ് മൂലകം അല്ലേ? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, അങ്ങനെയാണല്ലോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. സോ അതിലെ 2ാം ഗ്രൂപ്പ് എലമെൻ്റ് ആണ്, അതൊരു മെറ്റലാണ്. സോ മെറ്റൽസ്, അതായത് ലോഹങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലോഹങ്ങളുടെ ഓക്സൈഡുകളെല്ലാം എന്ത് സ്വഭാവമായിരിക്കും എന്ന് ചോദിച്ചാൽ ബേസിക് സ്വഭാവം, ബേസിക് നേച്ചർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ പി എച്ച് വാല്യൂ കണ്ടോ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടോ? 9 to 12. ഓക്കെ, മിനിമം 9 ആണ്, 12 വരെ അത് വേരി ചെയ്യാം. അപ്പം 9 to 12 എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത് 7 കൂടുതലാണ്. എന്താണത്? ഒരു ബേസ് ആണ്. ഓക്കെ, മഗ്നീഷ്യം ഓക്സൈഡ് കഴിഞ്ഞാൽ അടുത്തത് ലൈം വാട്ടർ. ഇപ്പോൾ ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ ചുണ്ണാമ്പ് വെള്ളമില്ലേ? ഓക്കെ, അപ്പോൾ ആ സ്ലേക്കർ ലൈം എന്ന് പറയും. ഈ ലൈം വാട്ടറിൻ്റെ പി എച്ച് എത്രയെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അത് ശുദ്ധ ബേസ് ആണ്, 12. അടുത്തത് അമോണിയ, ബേസിക് നേച്ചർ കാണിക്കുന്ന ഒരു വാതകം. നിങ്ങൾക്കറിയാം, ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം, അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകം. NH3 ആണ് അതിൻ്റെ ഫോർമുല. അതിൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയ ഹേബർ പ്രോസസ്സ്. അതിനെ വ്യാവസായികമായി ഉണ്ടാക്കിയെടുത്തത് ഫ്രിറ്റ്സ് ഹേബർ. ഇങ്ങനെ കുറേ പോയിന്റ്സ് നമ്മൾ അമോണിയയ്ക്ക് വാതകങ്ങളിൽ പഠിക്കും. ഓർത്ത് വയ്ക്കുക, അമോണിയ എന്ന് പറയുന്നത് ഷുവറായിട്ടും ബേസിക് നേച്ചർ കാണിക്കുന്നത് കൊണ്ട് അവനും പി എച്ച് എത്രയാണ്? 11. അടുത്തത് കടൽ വെള്ളം, സീ വാട്ടർ. കടൽ വെള്ളം പ്യുവർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും പ്യുവർ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പിന്നെ സോഡിയത്തിൻ്റെയൊക്കെ ഒരുപാട് ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കടൽ വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് അത് സ്ലൈറ്റ്ലി ബേസിക് ആണ്. എൻ്റെ ഉത്തരം 8 ആണ്. അത് കഴിഞ്ഞിട്ട് പ്യുവർ വാട്ടർ. ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മഴവെള്ളമാണെന്ന് നമ്മൾ പറയും അല്ലേ? ശുദ്ധജലം മഴവെള്ളം നമുക്ക് കിട്ടുന്ന മഴയാന്ന് പറയും. പക്ഷേ ഇന്നത്തെ ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ മഴവെള്ളം പോലും പ്യുവർ അല്ല. അത്രയാണ് നമ്മുടെ പ്രകൃതി ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് തിയറി പറയുമ്പോൾ പറയാം ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് വെച്ചാൽ എത്രയാണ്? 7. പക്ഷേ ഈ 7 പി എച്ച് ഉള്ള ജലം ഇന്ന് കുടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ഭാഗ്യം ചെയ്യണം. കാരണം അത്രമാത്രം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ വ്യവസായവൽക്കരണം പിന്നെയും അത് അതിൻ്റെ ഡെപ്തിൽ എത്തുന്നതനുസരിച്ചിട്ട്, ഡെപ്തിനേക്കാൾ പീക്കിൽ എത്തുന്നതനുസരിച്ചിട്ട് ഇതും കൂടി വരും. അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ പി എച്ച് ഓർത്ത് വയ്ക്കുക 7. അത് കഴിഞ്ഞ് പാല്, മിൽക്കിനാണെങ്കിൽ 6.5. അപ്പം നിങ്ങൾക്കറിയാം കണ്ടോ, മിൽക്ക് എന്ന് വെച്ചാൽ ലാക്ടിക് ആസിഡ് അല്ലേ? അപ്പോൾ ആസിഡിക് ആണ്, ഇതേ പുറകിലോട്ട് വരിക 6.5. അത് കഴിഞ്ഞ് ടീ,
തേയിലപ്പൊടി, ടീയിലുള്ള ആസിഡ് ഏതാ? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരിങ്ങനെ ഓർത്ത് വയ്ക്കും, അയ്യോ ഒരുപാട് തേയില കുടിച്ചാൽ ടാൻ ആയി പോവുമല്ലോ, അപ്പോൾ ടീയിലുള്ളത് ടാനിക് ആസിഡ്. ഇങ്ങനെ കോഡ് വെച്ച് ഓർത്ത് വയ്ക്കുക. അതും ആസിഡാണ്, 5.5. അടുത്തത് കാപ്പിയിലുള്ള ആസിഡ് ഏതാണെന്നറിയോ? അതായത് കാപ്പിയിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിക്കുമ്പോഴേക്കും മിക്കയിടത്തും അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ക്വിനിക് ആസിഡ് എന്ന്. ശരിക്കും പച്ചക്കാപ്പി ഉണ്ടല്ലോ, ആ പച്ചക്കാപ്പിയിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോറോജനിക് ആസിഡാണ്. ആ പച്ചക്കാപ്പി അതിനെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാകുന്ന റോസ്റ്റഡ് കാപ്പി, ആ കാപ്പിയിലാണ് ക്ലോറോജനിക് ആസിഡ് വിഘടിച്ചിട്ട് ക്വിനിക് ആസിഡായിട്ട് മാറുന്നത്. അപ്പോൾ കാപ്പിയിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ക്ലോറോജനിക് ആസിഡ് എന്നോ ക്വിനിക് ആസിഡ് എന്നോ രണ്ടും പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ കോഫിയുടെ pH കണ്ടോ, അതും ആസിഡാണ്, 5. അത് കഴിഞ്ഞ് വിനാഗിരിൻ, ആദ്യത്തെ ആസിഡ്, ഏറ്റവും പഴക്കം ചെന്ന ആസിഡ്. ആസിറ്റിക് ആസിഡ്, നമ്മൾ അച്ചാറിലൊക്കെ ഇട്ട് വയ്ക്കുന്ന വിനാഗിരി ആസിഡാണ്, അത് 2.9 ആണ് അതിൻ്റെ pH വാല്യൂ. അടുത്ത കണ്ടോ ലൈം ജ്യൂസ്, അതായത് നാരങ്ങ വെള്ളം. അപ്പോൾ മാറിപ്പ് വരതെ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ലൈം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവർ ചുണ്ണാമ്പ് കലക്കി തരുമോ നാരങ്ങ വെള്ളം തരുമോ? നാരങ്ങ വെള്ളമാണ്. അപ്പോൾ മിക്കവരും ലൈം കാണുമ്പോൾ നേരെ കയറി 2.4 അല്ലെങ്കിൽ 12 അങ്ങ് മാർക്ക് ചെയ്യും. അതവർ റൗണ്ട് ചെയ്യും, ശ്രദ്ധിക്കാതെ, ക്വസ്റ്റ്യൻ വായിക്കാതെ. ലൈം വാട്ടർ ആണ് ചുണ്ണാമ്പ് വെള്ളം, അതിന് pH 12 എന്ന് ഇവിടെ പറഞ്ഞു. എന്നാൽ ലൈം ജ്യൂസ് എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളമാണ്, സിട്രിക് ആസിഡ് ആണ്, നിങ്ങൾക്കറിയാം, 2.4. ഇനി നമ്മുടെ ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ ഗ്യാസ്ട്രിക് ആസിഡ്. ഇതാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലോ. നമ്മുടെ ബോഡിക്കകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഗാഢത എത്രയെന്ന് ചോദിക്കാം. അത് ആസിഡിക് ആണ്, ഒരു ഡൗട്ടും ഇല്ല, പേര് തന്നെയുണ്ട്, 1 to 3.5 ആണ് കേട്ടോ. ഇനി നമ്മുടെ സ്കിന്നിൻ്റെ ചോദിക്കുവാണെങ്കിൽ 4.7 to 5.7 എന്താണ്? ആസിഡിക് ആണ്. പലർക്കും അറിയാത്ത കാര്യമായിരിക്കാം, ആസിഡിക് ആണ്. ഇനി മൂത്രം, യൂറിൻ്റെ pH വാല്യൂ ഒരുപാട് തവണ pH റിപ്പീറ്റ് ചെയ്യുന്നതാണ്. യൂറിക് ആസിഡ് എന്താണ്? 6 ആണ്. അത് കഴിഞ്ഞ് സലൈവ കണ്ടോ, 6 ഉമിനീരാണ്, 6.8. അപ്പോൾ കണ്ടോ, അപ്പം 7 ആണ് ന്യൂട്രൽ, അതിനോടടുത്ത്, അപ്പോൾ സ്ലൈറ്റ്ലി അസിഡിക് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇനി ബ്ലഡ്, PSC എപ്പോഴും ചോദിക്കുന്നതാണ് മനുഷ്യരക്തത്തിൻ്റെ pH വാല്യൂ എത്ര? സ്ലൈറ്റ്ലി ബേസിക് ആണ്, 7.4. അത് കഴിഞ്ഞ് പിത്തരസം 7 മുതൽ 8 വരെ വേരി ചെയ്യും. അപ്പോൾ ഞാൻ ഈ ബ്ലൂവിൽ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്ന, ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ കോമ്പൗണ്ട്സ്, നമ്മുടെ ബോഡിക്കകത്തുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ബ്ലഡ് എന്നൊക്കെ പറഞ്ഞാൽ PSCയുടെ ആസ്ഥാന ചോദ്യമാണ്. അപ്പോൾ അത് ഇനിയും റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ pH സ്കെയിൽ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത നമുക്ക് കിടക്കാം മോസ് സ്കെയിൽ. ഓക്കെ, ഇതിനെ പിള്ളേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൊഹർ സ്കെയിൽ എന്ന്. മൊഹർ സോൾട്ട് വേറെയുണ്ട്, അമോണിയത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ്, നമ്മൾ കെമിക്കൽ നെയിംസിൽ പഠിക്കും. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് മൊഹർ സ്കെയിൽ അല്ല, ജസ്റ്റ് മോസ് സ്കെയിൽ. അപ്പോൾ മോസ് സ്കെയിലിൻ്റെ യൂസ് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ സ്കെയിൽ യൂസ് ടു മെഷർ ദ ഹാർഡ്നെസ് ഓഫ് സബ്സ്റ്റൻസസ്. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? മോസ് സ്കെയിൽ. ആ പദാർത്ഥങ്ങൾ പൊതുവേ എന്ത് കാറ്റഗറി ഓഫ് സബ്സ്റ്റൻസസ് ആണെന്ന് ചോദിച്ചാൽ മിനറൽസ് ആണ്, ധാതുക്കളാണ്. ഓക്കെ, അതായത് മിനറൽസ്, ധാതുക്കൾ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇരുമ്പിൻ്റെ അയിരുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഓർസ്, അതായത് അയിരുകൾ ചോദിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈറൈറ്റ് എന്നൊക്കെ പഠിക്കും. ഇനി അലുമിനിയം ആണെങ്കിൽ ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അയിരുകൾ നമ്മുടെ ഭൂമിയിൽ ഈ ചെളിയും മണ്ണും അഴുക്കും ഒക്കെ പിടിച്ച് സൾഫേറ്റ് ആയിട്ടും നൈട്രേറ്റ് ആയിട്ടും കാർബണേറ്റ് ആയിട്ടും പിന്നെ സൾഫൈഡ് ആയിട്ടും ഓക്സൈഡ് ആയിട്ടും ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇങ്ങനെ ഈ മിശ്രിതങ്ങളായിട്ട് കാണപ്പെടുന്ന പദാർത്ഥങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ധാതുക്കൾ. അപ്പോൾ ഈ ധാതുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? മോസ് സ്കെയിൽ. ഈ മോസ് സ്കെയിൽ റീഡിങ് ഞാൻ പ്രത്യേകിച്ചും മാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, 1 to 10 ആണ്. ഓക്കെ, അപ്പോൾ ഒരു പദാർത്ഥം എടുക്കുന്നു, അതിന് 1 mho ആണ് വാല്യൂ, ഹാർഡ്നെസ് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ 1 mho ആണെന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. എന്താണ്? അത് ഏറ്റവും കാഠിന്യം കുറഞ്ഞ പദാർത്ഥമാണ്. അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, 1 is the softest. ഇനി 10 mho വാല്യൂ എന്ന് പറഞ്ഞാൽ അത് കാഠിന്യം ഏറ്റവും കൂടിയതാണ്, 10 is the hardest. കണ്ടോ? അപ്പോൾ മോസ് സ്കെയിലിൻ്റെ റേഞ്ചിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 to 10 ആണ്. 1 എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും, ഏറ്റവും കാഠിന്യം കുറഞ്ഞ പദാർത്ഥം. 10 എന്ന് പറയുന്നത് ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം, ഹാർഡസ്റ്റ് ആയിരിക്കും. ഇനി PSC LGSന് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻസ് 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഫൗണ്ട് ഓൺ എർത്ത്.
ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം ഏതെന്ന് ചോദിക്കാം. ഒരു സംശയമില്ല, അതിൻ്റെ ഉത്തരം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട് എന്ന് വെച്ചാൽ എന്താ? കാർബണിൻ്റെ ഒരു രൂപാന്തരം അലോട്രോപ്പ് ആണ്. അത് പ്യുവർ കാർബൺ, പ്യുവർ ഒന്നും പോരാ, പ്യുവറസ്റ്റ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപാന്തരത്തിന് വിളിക്കുന്ന പേരാണ് എന്താ? ഡയമണ്ട്. അത് പ്യുവർ കാർബൺ ആണ്. ആ ഡയമണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നുണ്ടോ? 10 mo ആണ്. അതായത് ഏറ്റവും കാഠിന്യം കൂടിയത്. 10 mo എന്ന് വെച്ചാൽ കാഠിന്യം ഏറ്റവും കൂടുതൽ. 9, 8, 6 അങ്ങനെ 7, 6, 5, 4 അങ്ങനെ കുറഞ്ഞ് 1 എത്തുമ്പോഴേക്കും കാഠിന്യം കുറവാണ്. അപ്പോൾ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥത്തിന് 10 mo വാല്യൂ ആണെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 9 mo വാല്യൂ ആയിരിക്കണമല്ലോ. അപ്പോൾ കണ്ടോ, സെക്കൻഡ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത് ഫൗണ്ട് ഈസ്, ഭൂമിയിലെ രണ്ടാമത്തെ കാഠിന്യം കൂടിയ പദാർത്ഥം ആഫ്റ്റർ ഡയമണ്ട്. ഡയമണ്ട് കഴിഞ്ഞാൽ ഏതെന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? കൊറണ്ടം. എവിടെയൊക്കെ കൊറണ്ടം ഉത്തരമായിട്ട് വരുമോ അവിടെയൊക്കെ നിങ്ങളെ തെറ്റിക്കാൻ ഓപ്ഷനിൽ ഇവർ PSC മറ്റൊരു സംഭവം തന്നേക്കും. എന്താണെന്നറിയോ? കാർബറണ്ടം. മാറിപ്പോരുതേ. കാർബറണ്ടം എന്ന് വെച്ചാൽ സിലിക്കൺ കാർബൈഡ്. നമ്മൾ കെമിക്കൽ നെയിംസിൽ പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് രാസനാമങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ? കൊറണ്ടമാണ്. കൊറണ്ടം കെമിക്കലി രാസപരമായി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സിംപ്ലി അലുമിനിയം ഓക്സൈഡ്. അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണെന്ത്? കൊറണ്ടം. അപ്പോൾ കണ്ടോ, ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം വജ്രം 10 mo, രണ്ടാമത്തെ കാഠിന്യം കൂടിയ പദാർത്ഥം കൊറണ്ടം 9 mo. അങ്ങനെ കാഠിന്യം കുറഞ്ഞു വരുന്ന ഓർഡറിൽ പറയുവാണേ. അത് കഴിഞ്ഞ് 8 mo വാല്യൂവിൽ നിൽക്കുന്ന ആ ധാതുവിൻ്റെ പേര് ടോപ്പാസ്. ഇത് കെമിക്കലി എന്താണെന്ന് നമുക്കൊരു ഡിഗ്രി ലെവൽ സ്റ്റാൻഡേർഡിൽ പിന്നീട് കാര്യമായിട്ട് പഠിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു പോവുക. ഒരിക്കലും LDക്ക് ടോപ്പാസ് എന്താണ്, ഫെൽസ്പാർ എന്താണെന്നൊന്നും ചോദിക്കില്ല. അത് കഴിഞ്ഞ് ക്വാർട്സ്. ക്വാർട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. 7 mo, കാഠിന്യം കുറഞ്ഞു വരുക. അത് കഴിഞ്ഞ് അലുമിനിയത്തിൻ്റെ ഒരു ധാതു ഫെൽഡ്സ്പാർ, കണ്ടോ 6 mo ആണ് വാല്യൂ. അത് കഴിഞ്ഞ് എപ്പാറ്റൈറ്റ് എന്ന മറ്റൊരു ധാതുവാണ്, 5 mo ആണ് അവൻ്റെ വാല്യൂ. അത് കഴിഞ്ഞിട്ട് ഫ്ലൂറൈറ്റിന് 4 mo ആണ്, കാഠിന്യം കുറഞ്ഞു വരിക, സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കാൽസൈറ്റ് 3 mo ആണ്. അത് കഴിഞ്ഞിട്ടോ ജിപ്സം 2 mo. ജിപ്സം എന്ന് വെച്ചാൽ കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്, നമ്മൾ സിമെൻറ്റിൽ ചേർക്കുന്നു, പോളിമേഴ്സിൽ നമ്മളത് പഠിക്കും. അത് കഴിഞ്ഞ് കണ്ടോ 1 mo വാല്യൂ ഉള്ള പദാർത്ഥം നമ്മുടെ ബേബി പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൺ പോലെ. അതായത് ഏറ്റവും കാഠിന്യം കുറഞ്ഞ പദാർത്ഥം ടാൽക്കം പൗഡർ അല്ലെങ്കിൽ സിംപ്ലി ടാൽക്ക്. നിങ്ങളൊരു കത്തി എടുത്തിട്ട് വെറുതെ നിങ്ങൾക്ക് ഒരു ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുവാണേ. ഈ പറഞ്ഞ പദാർത്ഥങ്ങളെല്ലാം അടുക്കി വെച്ചാൽ ഡയമണ്ട് മുതൽ ടാൽക്ക് വരെ നിങ്ങളെടുത്ത് ഓരോന്നും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡയമണ്ട് നല്ല പാടായിരിക്കും. കൊറണ്ടം കുറച്ചും കൂടി എളുപ്പം. ടോപ്പാസ് അതിൽ നിന്നും എളുപ്പമായിരിക്കും. ക്വാർട്സ് പിന്നെയും എളുപ്പം. ഫെൽഡ്സ്പാർ പിന്നെയും കൂടി കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പാറ്റൈറ്റ് കുറച്ചും കൂടി കൊള്ളാം. അങ്ങനെ കുറഞ്ഞു ടാൽക്ക് ആകുമ്പോഴേക്കും കയ്യിലെടുത്താൽ നല്ല ഗ്രാനുകളൊന്നും പറയാൻ പറ്റില്ല, നല്ല സോഫ്റ്റായിട്ട് കയ്യിലെടുത്ത് വയ്ക്കാൻ പറ്റും, ബേബി പൗഡർ പോലെ. ഓക്കെ ആണോ? ഇപ്പം കണ്ടോ, ഏറ്റവും കാഠിന്യം കൂടുമ്പോൾ 10, കുറഞ്ഞ് ഇതുവരെ PSC കാഠിന്യം കൂടിയതും രണ്ടാമത്തെ കാഠിന്യം കൂടിയതും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എപ്പോഴും ആ പീക്ക് ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ കുറഞ്ഞത് ചോദിക്കാം, ഏറ്റവും കാഠിന്യം കുറഞ്ഞത്, വിച്ച് ഈസ് ദ സോഫ്റ്റസ്റ്റ് സബ്സ്റ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായാൽ അവിടെ ശങ്കയൊന്നും വേണ്ട, എഴുതിയേക്കണമെന്താ, ഒരു സംശയമില്ല, ടാൽക്ക്. ഓക്കെ ആണോ? അപ്പോൾ മോ സ്കെയിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പലരും കേട്ടിരിക്കുന്ന സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഈ പോളിംഗ് സ്കെയിൽ എന്ന് പഠിക്കുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. പറഞ്ഞുതരാം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്താണെന്ന് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ സ്കെയിൽ യൂസ് ടു മെഷർ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റംസ്. മൂലകങ്ങളുടെ അഥവാ ആറ്റങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലിന് വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ. ഇനി നമ്മുടെ ആ PH സ്കെയിൽ സൊറൻസൺ ഇൻവെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ അത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയുടെ പേരെന്താണെന്നറിയോ? ലിനസ് പോളിംഗ് ആണ്. അദ്ദേഹത്തിന് അതിന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലിനസ് പോളിംഗ് ഞാൻ പറഞ്ഞു, അതായത് എന്ത് കണ്ടുപിടുത്തം നടത്തിക്കോട്ടെ അത് കണ്ടുപിടിച്ച ആളുടെ പേരിൽ മെജോറിറ്റിയും അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്കെയിലാക്കിയ വ്യക്തി ലിനസ് പോളിംഗ് ആയതുകൊണ്ട് ഈ സ്കെയിലിനെ ഒബ്വിയസ്ലി നമുക്ക് എന്തെന്ന് വിളിക്കാം? പോളിംഗ് സ്കെയിൽ എന്ന് വിളിക്കാം. ഓക്കെ, പോളിംഗിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ, PAULING പോളിംഗ് ആണ്. സോ പോളിംഗ് സ്കെയിൽ എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? പോളിംഗ് സ്കെയിൽ. ഇനി എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പഠിക്കണം. പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മൾ രാസബന്ധനം അതായത് കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, ആറ്റങ്ങൾക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനുമുള്ള കഴിവുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ആറ്റം
ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് ഇലക്ട്രോൺ പോവുകയോ വരികയോ ചെയ്താൽ എന്തായി? പിന്നെ ആറ്റം അല്ല അയോണുകളായി മാറി. ഓക്കെ, ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ. അങ്ങനെ ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് അയോണായി മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. കണ്ടോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ഗെയിൻ ഇലക്ട്രോൺ ആൻഡ് ടു ഫോം അല്ലെങ്കിൽ ആൻഡ് ടു ബിക്കം നെഗറ്റീവ് അയോൺ. ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട്, ഇങ്ങനെ ഓർത്താൽ മതി, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഒരു ആറ്റത്തിന് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ മോർ നെഗറ്റീവ് ആവുകയാണ്, അപ്പം നെഗറ്റീവ് അയോൺ ആകും. അപ്പോൾ ആറ്റത്തിന് ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് അയോണായിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, അങ്ങനെ ആ മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കുന്ന സ്കെയിലാണ് നമ്മുടെ പോളിംഗ് സ്കെയിൽ. ഇനി പോളിംഗ് സ്കെയിലിൻ്റെ റേഞ്ചിങ് ചോദിക്കുവാണെങ്കിൽ 0 to 4 ആണ്. ശരിക്കും 3.98 ഒക്കെയാണ് പറയും, നമുക്കത് 4 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിതിൻ്റെ സ്കെയിൽ റീഡിങ് എങ്ങനെയായിരുന്നു നോക്കാം. അതായത് PSC റിപ്പീറ്റ് ചെയ്യുന്ന PSCയുടെ ഇഷ്ടപ്പെട്ട എലമെൻ്റ് ആണ് കേട്ടോ കെമിസ്ട്രിയിൽ ഫ്ലൂറിൻ. ആദ്യകാലത്ത് അലുമിനിയം ആയിരുന്നു, ഇപ്പം മാറ്റി പിടിച്ച് ഫ്ലൂറിനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂറിൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിവിടെ ഓർക്കാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റം, അതായത് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് അയോണായി മാറാനുള്ള കഴിവ്, അത് ഏറ്റവും കൂടുതൽ വന്നിട്ട് അലോഹങ്ങൾക്കാണ്. എപ്പോഴും ലോഹങ്ങൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും, അലോഹങ്ങൾ ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. നമ്മൾ പീരിയോഡിക് ടേബിളിൽ അത് പഠിക്കും. അതുകൊണ്ട് ലോഹങ്ങൾ പോസിറ്റീവായിട്ടും അലോഹങ്ങൾ നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ വാല്യൂ എത്രയാണെന്നറിയോ? 4. അതാണ് ഞാൻ 4.0 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും 3.98 ആണ് 4 എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഫ്ലൂറിൻ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഫ്ലൂറിൻ കഴിഞ്ഞാൽ തൊട്ട് താഴെ രണ്ടാമത് നിൽക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഡൻസി വരും, നേരെ ചൊവ്വേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാതെ ഫ്ലൂറിൻ കഴിഞ്ഞാൽ അടുത്ത ക്ലോറിൻ. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ഹാലജൻസിനെ പഠിക്കുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസിൻ, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി ആറ്റം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്, അത് ക്ലോറിൻ അല്ല, അതിൻ്റെ ഉത്തരം ഓക്സിജൻ. ഓക്സിജൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 3.5 ആണ്. മാർക്ക് വരുതേ. ഓക്സിജനും കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ആര്? ക്ലോറിൻ. ക്ലോറിനും നൈട്രജനും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ 3 ആണ്. അത് കഴിഞ്ഞിട്ട് കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാ? സൾഫർ, ഗന്ധകം എന്ന് പറയും. സൾഫറിന് 2.5. ഇതിനിടയ്ക്ക് ചെറിയ മൈന്യൂട്ട് വ്യത്യാസത്തിൽ ബാക്കി എലമെന്റ്സ് വരുന്നുണ്ടേ, കണ്ടോ. അപ്പോൾ ഈ എഴുതിയേക്കുന്ന ഈ ആൾക്കാർ ഫ്ലൂറിൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവരെല്ലാം നോൺ മെറ്റൽസ് അല്ലേ, അലോഹങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അലോഹങ്ങൾക്കായിരിക്കും. അതിലേറ്റവും കൂടുതൽ ഫ്ലൂറിൻ, തൊട്ട് താഴെ ഒരിക്കലും തെറ്റിക്കരുത് ഓക്സിജൻ, അതും കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ക്ലോറിൻ, പിന്നെ നൈട്രജൻ, പിന്നെ സൾഫർ. ഇനി പീരിയോഡിക് ടേബിളിൽ ഒരുപാട് കോമൺ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ ഓഡായിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, അത് ഓർത്ത് വെക്കണം. PSC അത് വെച്ചിട്ട് നമ്മുടെ മാർക്ക് കളയാൻ നോക്കും. ഓക്കെ, ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഇതിനോട് കേസ് ആയതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം 2.1 ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലോറിൻ, തൊട്ട് താഴെ ഓക്സിജൻ, അതും കഴിഞ്ഞിട്ടാണ് ക്ലോറിൻ, അങ്ങനെ കുറഞ്ഞു ഹൈഡ്രജൻ. അതിനിടയ്ക്ക് വേറെ എലമെന്റ്സ് വരുന്നുണ്ട്, നമുക്ക് എല്ലാം 118 കാണാതെ പിടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഹൈഡ്രജൻ ആണെങ്കിൽ 2.1. അങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആറ്റം, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ അലോഹങ്ങൾക്കാണ്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കായിരിക്കണം? ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ അത് മെറ്റൽ അല്ലെങ്കിൽ ലോഹത്തിനായിരിക്കണം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആറ്റം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പില്ലേ, ആൽക്കലി മെറ്റൽസിൻ്റെ ഫാമിലി, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഫ്രാൻസിയം ഹൈലി അൺസ്റ്റേബിൾ, അവനെ നമ്മുടെ ഭൂമിയിൽ കണ്ടുകിട്ടാൻ പോലും വളരെ പ്രയാസമാണ്. ഓക്കെ, അതുകൊണ്ട് അത്യാവശ്യം സ്റ്റെബിലിറ്റിയുള്ള തൊട്ട് മേളിൽ കിടക്കുന്ന ആരാ? സീസിയം. ആ സീസിയത്തിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ്. സീസിയത്തിൻ്റെ വാല്യൂ കണ്ടോ, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് തന്നേക്കുന്നത് 0.78. 0.56 മുതൽ 0.78 വരെയൊക്കെ വേരി ചെയ്യും. അപ്പോൾ കണ്ടോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ നോൺ മെറ്റൽസിനും, ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് കൂടുതൽ മെറ്റൽസിനും വരുന്നത്. അപ്പോൾ തിരിഞ്ഞു വരും. നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ നോൺ മെറ്റൽസ്, കുറവാണെങ്കിൽ കുറഞ്ഞത് മെറ്റാലിക്കിലോട്ട് വരുന്ന കേസാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലൂറിന് 4, ഏറ്റവും കുറവ് സ്റ്റേബിൾ ആറ്റം ഫ്രാൻസിയം അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് നമ്മൾ സീസിയം വെച്ച് നിർത്തുന്നത്. സീസിയം 0.78. ഇപ്പോൾ ചിലപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെക്കുറിച്ച് ഒരു വേഗ ഐഡിയ ആയിരിക്കാം പുതുതായിട്ട് ക്ലാസ്, അതായത് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കിട്ടുന്നത്.
വിഷമിക്കേണ്ട കാര്യമില്ല. പീരിയോഡിക് ടേബിളിൽ നമ്മൾ പീരിയോഡിക് പ്രവണതകൾ അതിൽ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഓരോന്നും നമ്മൾ ടേബിൾ വെച്ചിട്ട് പീരിയോഡിക് ചാർട്ട് വെച്ചിട്ട് തന്നെ പഠിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഡെപ്തിൽ നമുക്ക് ഒരു LD ലെവലിൽ നമുക്ക് കാര്യമായിട്ട് പീരിയോഡിക് ടേബിൾ എന്ന ടോപ്പിക്കിൽ പഠിക്കാം. ഇവിടെ ഓർത്ത് വയ്ക്കുക, ആറ്റത്തിന് ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് അയോൺ ആകാനുള്ള കഴിവ് നെഗറ്റിവിറ്റി, ഏറ്റവും കൂടുതൽ ഫ്ലോറിൻ, കുറഞ്ഞ് ലോഹങ്ങൾക്ക് കൂടുതൽ ലോഹങ്ങൾക്ക് കുറവ്. അപ്പോൾ കൂടുതൽ ലോഹം ഫ്ലോറിൻ, ഏറ്റവും കുറവ് ലോഹം സീസിയം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് സ്കെയിലിൽ നോക്കേണ്ടത്. 3 സ്കെയിൽസ് പഠിച്ചു, 3 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്